തൃശൂർ പൂരം വിവാദത്തിന് പിന്നിൽ തിരുവമ്പാടി ദേവസ്വം എന്ന ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം അലങ്കോലമായതിൽ തിരുവമ്പാടി ദേവസ്വത്തിലുള്ളവർക്ക് നിർണായക പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശം. അട്ടിമറിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമാണ് ഉണ്ടായതെന്നും ADGPയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ നിർണായക വിവരങ്ങൾ 24-ന്. ദീപക് തർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, തിരുവമ്പാടി ദേവസ്വത്തിന് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വം ഈ പൂരം നടത്തുന്നതിന് സഹായകരമായ നിലപാടെടുത്തു എന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങൾ. SKN പൂരം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ നിർണായക വിവരങ്ങളാണ് 24 ഇപ്പോൾ പുറത്തുവിടുന്നത്. പൂരം അട്ടിമറി നടന്നു എന്ന റിപ്പോർട്ടിലുണ്ട്. അട്ടിമറിക്ക് പുറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയെക്കുറിച്ച് വിശദമായ അന്വേഷണം, തുടരന്വേഷണം വേണമെന്നും ADGP MR അജിത് കുമാർ DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ, DGP റിപ്പോർട്ട് സർക്കാരിന് കൈമാറി കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ ഏറ്റവും നിർണായകമായ കാര്യം തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നു, അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ കുറച്ചുപേർ ആ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ADGPയുടെ കണ്ടെത്തൽ. അതിൽ പ്രത്യേകിച്ചും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറിന്റെ പേര് എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ചില സാങ്കേതികമായ വിവരങ്ങൾ കൂടി, ചില ടെലിഫോൺ CDR ഡീറ്റെയിൽ, അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ റിപ്പോർട്ടിന്റെ ഭാഗമായി അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. സർക്കാർ ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏറ്റവും നിർണായകമായ വിവരം, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആസൂത്രിതമായാണ് പൂരം അട്ടിമറി ശ്രമം നടന്നത്, പൂരം കുളമാക്കാൻ ശ്രമം നടന്നത്. കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ 2023 ഉന്നയിക്കപ്പെട്ട വിഷയമാണ്. ആ സമയത്ത് ജില്ലാ ഭരണകൂടം, ഒപ്പം തന്നെ അവിടെയുള്ള ജനപ്രതിനിധികൾ, പൂരം കമ്മിറ്റിക്കാർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചതാണ്. പക്ഷേ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പൂരം നടത്തിപ്പിൽ നിന്നും മാറി നിന്നുകൊണ്ട് പൂരം വെടിക്കെട്ടും പൂരവും വൈകിപ്പിക്കുന്ന നടപടിയിലേക്ക് തിരുവമ്പാടി ദേവസ്വം കടന്നു എന്നും, എന്നാൽ അതേ സമയത്ത് പാറമേക്കാവ് ദേവസ്വം പല ഘട്ടങ്ങളിലും പൂരം തുടർന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അവർക്ക് താല്പര്യമില്ലാതെ തന്നെ തിരുവമ്പാടിയുടെ താല്പര്യത്തിന് വേണ്ടി പാറമേക്കാവ് ദേവസ്വം നിന്നുകൊടുക്കേണ്ടി വന്നു എന്നും റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. റിപ്പോർട്ടിൽ നിർണായകമായ ചില മൊഴികളുമുണ്ട്. അതിൽ സുരേഷ് ഗോപിയെ വിളിച്ചതുമായി ബന്ധപ്പെട്ട്, സുരേഷ് ഗോപി അർദ്ധരാത്രിയിൽ അവിടെ എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന വിവരങ്ങളുമുണ്ട്. അത് വിളിച്ചത് ഒരു BJP പ്രവർത്തകനല്ല എന്നുള്ളത് കൂടി കൃത്യമായി. പക്ഷേ റിപ്പോർട്ടിൽ എവിടെയും രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയുന്നില്ല, പക്ഷേ വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കുന്നു. മന്ത്രി K രാജൻ പൂരം നടത്തിപ്പ് ഭംഗിയാക്കാൻ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി, പക്ഷേ എന്നാൽ തിരുവമ്പാടി ദേവസ്വം അതിനൊപ്പം നിന്നില്ല എന്നും കൃത്യമായി ആരോപണ സ്വഭാവമുള്ള കൃത്യമായ കണ്ടെത്തലുകൾ, അതായത് ഗുരുതരമായ ചില അട്ടിമറി നീക്കങ്ങൾ നടന്നു എന്ന കണ്ടെത്തൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ദീപക്, ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും നടപടികൾ നിർദ്ദേശിക്കുന്നുണ്ടോ? അതായത് തുടരന്വേഷണം വേണം എന്നല്ലാതെ ഇത്തരം വീഴ്ച വരുത്തിയ തിരുവമ്പാടി ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടികൾ വേണമെന്ന് ADGPയുടെ റിപ്പോർട്ടിലുണ്ടോ? SKN ഇത് നടപടി എന്നുള്ളത് രീതിയിലല്ല ഈ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതായത് ഈ അന്വേഷണത്തിലെ കൃത്യമായ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു. അതായത് ഈ പൂരം വിവാദമായ സമയത്ത് സർക്കാർ രണ്ടു കാര്യം ചെയ്യുന്നു. ഒന്ന്, അവിടെയുള്ള കമ്മീഷണർക്കെതിരെ സർക്കാർ ഇലക്ഷൻ കമ്മീഷന് നടപടി ശുപാർശ റിപ്പോർട്ട് നൽകുന്നു. ഇതേ സമയത്താണ് മുഖ്യമന്ത്രി, അതായത് ആഭ്യന്തര വകുപ്പ് DGP ദർവേഷ് സാഹിബിനോട് ഇത് അന്വേഷിക്കാൻ വേണ്ടി, വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് DGP ദർവേഷ് സാഹിബ് ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെ പൂരത്തിന്റെ അട്ടിമറി നീക്കങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നത്. സർക്കാരിന് ലഭിച്ച 3 പരാതികൾ, DGPക്ക് ലഭിച്ച മറ്റു 2 പരാതികൾ, ഈ പരാതികളും കൂടിയാണ് ADGPക്ക് അയക്കുന്നത്. അതിൽ കൃത്യമായ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്. അതിൽ ഏത് സാഹചര്യത്തിലാണ് ഈ അട്ടിമറി ഉണ്ടായത്, അതല്ലാതെ ഏതെങ്കിലും നടപടിയെക്കുറിച്ചോ നടപടി ശുപാർശയെക്കുറിച്ചോ അതിൽ പറഞ്ഞിട്ടില്ല. ഏതായാലും ADGP MR അജിത് കുമാർ വളരെ കൃത്യമായി പാറമേക്കാവ് ദേവസ്വം പൂരം നടത്തിപ്പിന് സഹകരിച്ചപ്പോൾ പൂരം നേരത്തെ ആസൂത്രിതമാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള ചില വിവരങ്ങൾ കൂടി അതിൽ കൊണ്ടാണ് പറയുന്നത്. പൂരം അട്ടിമറിക്കുക, പൂരം പൂർത്തിയാക്കാതെ ഇട്ടുപോവുക എന്നുള്ളതിലേക്ക് ഈ തിരുവമ്പാടി ദേവസ്വം ചെയ്തു എന്നുള്ളത് കൃത്യമായി തന്നെ പറയുന്നു. ഈ ഗൂഢാലോചന ചിലപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് വിശദമായ അന്വേഷണം, കാരണം ഇതിലൊരു ഗൂഢാലോചന അന്വേഷിക്കാനുള്ള നിർദ്ദേശമില്ല, ഗൂഢാലോചനയെക്കുറിച്ച് തുടരന്വേഷണം വേണം എന്നും ADGPയുടെ ശുപാർശയിൽ ഉണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടത്തിലേക്ക് ഞാൻ വീണ്ടും വരാം.